ജോലി കഴിഞ്ഞ് വന്നതിൻ്റെ പുറകെ കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അലക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മീൻ നന്നാക്കാൻ എടുത്തേക്കാണ്. അപ്പോൾ ഇന്ന് വന്ന വഴി ഇത്തിരി മത്തി മേടിച്ചായിരുന്നു. മത്തിക്ക് അന്യായ വില കേട്ടോ. 1 കിലോ മത്തിക്ക് 290 രൂപയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 1/2 കിലോ മേടിച്ചിട്ടുള്ളൂ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാനൊരു 8ലും 9ലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെയൊക്കെ ഫ്രണ്ടിൽ കൂടെ ഒരു സുലൈമാനൊക്കെ പോകാറുണ്ട്. ഈ കടയിൽ നിന്ന് 10 രൂപയ്ക്ക് മീൻ മേടിച്ച് കഴിഞ്ഞാൽ വറക്കാനുണ്ടാവും, കറി വയ്ക്കാനുണ്ടാവും. അത് ലാവിഷായിട്ട് തന്നെ. അവൻ്റെ വിലയാണെന്ന് 290 രൂപ കിലോയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മേടിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ പരിപ്പും തക്കാളിയും കറി വെച്ചതൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വറക്കാമെന്ന് കരുതിയേക്കണേ. മോളെൻ്റെ അടുത്ത് വന്ന് വർത്താനം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ അവളായിട്ട് വർത്താനം പറഞ്ഞിരിക്കുന്നത്. പിന്നെ കൈമ കളറ് ഞാൻ ജോലി കഴിഞ്ഞ് വന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയാണ്. അപ്പോൾ കുറച്ച് അലക്കിയപ്പോൾ ഇതിലും കൂടുതലുണ്ടായിരുന്നു. കുറച്ചൊക്കെ അലക്കിയപ്പോൾ പോയിട്ടോ. ഇനിയിപ്പോൾ കുളിയും കൂടി കഴിഞ്ഞാൽ അത് മൊത്തത്തിലാണ് പോവുള്ളൂ. പിന്നെ അതേ മീനൊക്കെ വറക്കാൻ പുരട്ടിയിരിക്കണം. ഞാൻ അതിനകത്ത് കൂടുതലൊന്നും ചേർക്കണില്ല. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം. ഇച്ചിരി ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് തിരുമ്മി വെക്കാൻ കേട്ടോ. പിന്നെ ഇന്നത്തെ ചാളയ്ക്ക് നല്ല പല്ലിന് കേട്ടോ. അപ്പോൾ അത് കാരണം വറുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ അവിടെ ഉപ്പും മുളകൊക്കെ തേച്ച് വെച്ചിട്ട് ഞാൻ പോയി ജാതിക്കായ വറുക്കാൻ പോയിട്ടോ. അപ്പോൾ രാവിലെ ഇപ്പോൾ ജോലിക്ക് പോകണ കാരണം ഇതിനൊന്നും സമയം കിട്ടാറില്ല. പിന്നെ ജാതിക്കായൊക്കെ പറക്കി വെച്ച് അതിൻ്റെ ഫ്ലവറും കായും കൂടി സെപ്പറേറ്റ് തിരിച്ചിട്ട് ഞാൻ ഒന്ന് പുകയ്ക്കാനൊക്കെ ഇട്ടു കേട്ടോ. അത് കഴിഞ്ഞ് ചോറ് നോക്കിയപ്പോഴാണ് ചോറ് കുറവാന്ന് കണ്ടത്. അപ്പോൾ ഞാൻ വേഗം അരിയിട്ട് കേട്ടോ. അപ്പോൾ അരിയിട്ട് വെച്ചിട്ടാണ് ഇനി അടുത്ത പരിപാടി എന്ന് കരുതി. അപ്പോൾ ഒന്ന് ഇറ്റടിക്കാന്ന് കിടക്കുന്നത്. ഇന്ന് രാവിലെ ഒന്നും അടിച്ചിട്ടില്ല. രാവിലെ ജോലിക്ക് പോകണ കാരണം അടിക്കാൻ നേരം ഉണ്ടായില്ല കേട്ടോ. പിന്നെ ചെറിയ മഴയും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇച്ചിരി ഉള്ളിലേക്കല്ലേ, എല്ലാ ദിവസവും രാവിലെ തന്നെ അടിക്കണം നിർബന്ധമൊന്നുമില്ല. വേറെ ആരുമില്ലല്ലോ. കാരണന്മാരുള്ള വീട്ടിലാണെങ്കിൽ അതൊക്കെ നിർബന്ധമായിരിക്കും. ഇവിടെ നമുക്കിപ്പോൾ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. എൻ്റെ ജോലിയുടെ നേരം വരെയാണ് അതൊക്കെ ചെയ്യാറ്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വാരി വന്നിപ്പിക്കും. ഞാൻ അരി അടുപ്പത്ത് തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് റൈസ് കുക്കറിലൊക്കെ വെച്ചിട്ട് ഞാൻ വേഗം പോയി കുളിക്കാൻ കേട്ടോ. കുളി കഴിഞ്ഞിട്ട് വേണം ഇനി അടുത്ത പരിപാടികൾ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ അടുക്കളയിലേക്ക് വന്നിട്ടോ. അപ്പോൾ മോള് വന്ന് ചോദിക്കുന്നുണ്ട്, മമ്മി മീൻ വറുത്തോ, എനിക്ക് വിശന്ന് തുടങ്ങിയെന്ന് പറയണ്ട അവൾ. അപ്പം ഞാൻ വേഗം മീൻ വറുക്കാനായിട്ട് അടുപ്പത്തേക്ക് വയ്ക്കാം കേട്ടോ. പിന്നെ വഴിക്ക് കുറച്ച് കോവയ്ക്കയും ചുവന്നുള്ളിയൊക്കെ മേടിച്ചിരുന്നു കേട്ടോ. അതിപ്പോൾ ഞാൻ സെപ്പറേറ്റ് തിരിച്ചെടുക്കുകയാണ്. അപ്പോൾ ആ ഉള്ളിയൊക്കെ ചെറിയ നനവുണ്ട് കേട്ടോ. അത് നോക്കി മേടിക്കുമ്പോൾ തന്നെ നമ്മൾ നോക്കി മേടിച്ചില്ലെങ്കിൽ അതൊക്കെ പെട്ടെന്ന് ചീഞ്ഞു. ഞാൻ കോവയ്ക്കായിരുന്നു വേഗം കോവയ്ക്ക് കഴുകി വയ്ക്കാമെന്ന് കരുതിയാണ്. കഴുകി വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വൈകുന്നേരം തന്നെ അരിഞ്ഞ് വയ്ക്കാമല്ലോ. അപ്പോൾ രാവിലെ പിന്നെ അതിന് വേണ്ടി കിടന്ന് വായു പിടിക്കണ്ടല്ലോ എന്ന് കരുതിയാണ്. അപ്പോൾ അതൊക്കെ കഴുകി വെച്ച് വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് മക്കളെന്ത് ചെയ്യണമെന്ന് അറിയാൻ വന്നതാണ് കേട്ടോ. മോനെ അവിടെ ഇരുന്ന് TV കണ്ടുകൊണ്ടിരിപ്പുണ്ട്. അവൾ പിന്നെ അവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരു കുന്നാരം തുണി മടക്കാൻ കിടപ്പുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് അതൊക്കെ ഒന്ന് മടക്കി വയ്ക്കാനായിട്ട്. മീൻ ആവാറായിപ്പിക്കും. ഞാൻ ചോറ് ഇപ്പുറത്തെ അടുപ്പിൽ തിളപ്പിക്കാൻ വെച്ചു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ കോവക്കയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചോറിൻ്റെ വെള്ളമൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം ചോറൊന്നും എടുത്തു. അപ്പോൾ മോനിപ്പോൾ കഴിക്കണില്ല കേട്ടോ. അവൻ നൂലപ്പവും ചിക്കൻ കറിയും കൂടി കഴിച്ചായിരുന്നു കുറച്ച് മുമ്പ്. അപ്പോൾ അത് കാരണം ഞാനും മോളും മാത്രമേ കഴിക്കുന്നുള്ളൂ. അപ്പോൾ പരിപ്പും തക്കാളിയും കറിയും പിന്നെ മീൻ വറുത്തുകൊണ്ട് എടുത്തേക്കുന്നത്. അവൾ ഈ ചോറുകൊണ്ട് കഴിഞ്ഞിട്ട് ആ മീൻ വറുത്തത് തിന്നുള്ളൂ കേട്ടോ. അപ്പോൾ പരിപ്പും തക്കാളിയും കറിയും കൂട്ടി മാത്രമേ ചോറുണ്ണു. എന്നിട്ട് മീൻ വറുത്ത് ഏറ്റവും ലാസ്റ്റത്തേക്ക് വയ്ക്കും. ഞാനും എൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ.